വെൽക്കം ബാക്ക് ടു ലേണിനോ. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്ന വീഡിയോ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ് ഇന്നത്തേത്. ഇന്ന് നമ്മൾ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയാണെന്നും അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്ര റാങ്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് ഏതൊക്കെയാണ്, അവിടെ നമുക്ക് ഏതൊക്കെ ബ്രാഞ്ചുകൾ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് എന്ന് പറയുന്ന IHRDയുടെ അണ്ടറിൽ, KEPന്റെ അണ്ടറിൽ, LBSന്റെ അണ്ടറിൽ ഒക്കെ വരുന്ന കോളേജുകളാണ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് വരുന്നത് കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് അണ്ടർ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ദാറ്റ് ഈസ് IHRDയുടെ അണ്ടറിൽ വരുന്ന കോളേജസ് ഏതൊക്കെയാന്ന് നോക്കാം. 9 കോളേജുകളാണ് നമുക്കുള്ളത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ പത്തനംതിട്ട, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ തിരുവനന്തപുരം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പള്ളിപ്പുറം ചേർത്തല ആലപ്പുഴ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര കൊല്ലം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ ആലപ്പുഴ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളി കൊല്ലം, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര എറണാകുളം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാർ കോട്ടയം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലൂപ്പാറ പത്തനംതിട്ട. അപ്പൊ ഇത്രയും കോളേജുകളാണ് നമുക്ക് IHRDയുടെ അണ്ടറിൽ വരുന്ന കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ്. അപ്പൊ ഈ കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റെ ഫീസ് സ്ട്രക്ചറിനേക്കാളും കുറവ് ഫീസ് ആയിരിക്കും. അതിൽ ആ ഫീസിന്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറയാം. രണ്ട് ടൈപ്പ് ഓഫ് ഫീസ് ആണ് ഇതിലൊക്കെ കോസ്റ്റ് ഷെയറിംഗ് കോളേജസിലൊക്കെ വരുന്നത്. ഇതിൽ ഈ കോളേജസിലും നമുക്ക് ഗവൺമെന്റ് കോളേജസിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ഫെസിലിറ്റീസും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് കൂടെ നോക്കണം. അപ്പൊ ഓരോ കോഴ്സുകളും നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കോഴ്സിന്റെ കോഡുകൾ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം കേട്ടോ. കോഴ്സസിന്റെ കോഡുകൾ മാത്രമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റുമെങ്കിൽ നമുക്ക് ഓരോ കോളേജസിലും ഏതൊക്കെ കോഴ്സസ് അവൈലബിൾ ആണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ തുടങ്ങിയ കോഴ്സുകളൊക്കെ ഒരുവിധം എല്ലാ കോളേജിലും ഉണ്ടാവും. അല്ലാതെയുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് അറിയണം. അവിടെ എത്ര സീറ്റ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ നല്ലതായിരിക്കും. നമുക്കിനി അടുത്തത് നോക്കാം. അടുത്തത് നമുക്ക് വരുന്നത് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് അണ്ടർ KEP, അതായത് കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, KEPന്റെ അണ്ടറിൽ വരുന്ന കോളേജസ് ആണ്. KEPന്റെ അണ്ടറിൽ വരുന്ന കോളേജസ് എന്ന് പറയുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറന്മുള പത്തനംതിട്ട, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറ തിരുവനന്തപുരം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂർ കോട്ടയം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനാപുരം കൊല്ലത്ത് വരുന്നതാണ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമൺ കൊല്ലം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് പുന്നപ്ര ആലപ്പുഴ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂർ കാസർഗോഡ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി കണ്ണൂർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര കോഴിക്കോട് വരുന്ന ഇത്രയും കോളേജസ് ആണ് KEPന്റെ അണ്ടറിൽ വരുന്ന കോളേജുകൾ. ഓരോന്നിലും എത്ര സീറ്റുകളാണ്, ഏതൊക്കെ ബ്രാഞ്ചസ് ആണെങ്കിൽ ഏതൊക്കെ കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുക. ഒപ്പം അതിന്റെ കോഡും കോളേജിന്റെ കോഡും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ KEPന്റെ അണ്ടറിൽ വരുന്ന കോളേജസിൽ ഒരു കാര്യം കൂടി ഉണ്ട്. 5% സീറ്റ്, അതായത് മെറിറ്റ് ഫുൾ ഫീ കോട്ടയിൽ 5% സീറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസിന്റെ മക്കൾക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യം കൂടെ, അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷനെ പറ്റിയും കൂടെ അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് അണ്ടർ ലാൽ ബഹദൂർ ശാസ്ത്രി സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, LBSന്റെ അണ്ടറിൽ വരുന്ന 2 കോളേജ് ആണുള്ളത്. ഒരെണ്ണം നമുക്ക് കാസർഗോഡും അതേപോലെ ഒരെണ്ണം LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമൻ പൂജപ്പുര തിരുവനന്തപുരം. അപ്പൊ ഒന്ന് കാസർഗോഡും ഒന്ന് തിരുവനന്തപുരമാണ്. അങ്ങനെ 2 കോളേജസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ KSRTC ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാപ്പനംകോട്, തിരുവനന്തപുരത്ത് വരുന്ന കോളേജ് KSRTCയുടെ അണ്ടറിൽ വരുന്ന കോളേജ് ആണ്. അടുത്തത് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൊടുപുഴ ഇടുക്കി, അതാണ് UCE ആണ് കോളേജ് കോഡ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് അണ്ടർ യൂണിവേഴ്സിറ്റീസ്, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെയും യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിന്റെയും അണ്ടറിൽ വരുന്ന സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ആണ്. അത് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടം തിരുവനന്തപുരം, അതാണ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ അണ്ടറിൽ വരുന്നത്. ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിന്റെ അണ്ടറിൽ വരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തേഞ്ഞിപ്പാലം. സോ ഈ 2 കോളേജസ് ആണ് അങ്ങനെ യൂണിവേഴ്സിറ്റീസിന്റെ, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെയും യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിന്റെയും അണ്ടറിൽ വരുന്ന കോളേജസ്. നെക്സ്റ്റ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ ദ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അതാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാർ ഇടുക്കി. അപ്പൊ ഇത്രയും കോളേജസിനെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ കേസിൽ അവിടെ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഫീ വരുന്നുണ്ട്.
അതായത് ഒന്ന് മെറിറ്റ് റെഗുലേറ്റഡ് ഫീ. ഇപ്പൊ ആ റെഗുലേറ്റഡ് ഫീ എന്നുള്ളത് ലോവർ ഫീ എന്ന് ആക്കിയിട്ടുണ്ട്, അതിന്റെ പേര് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ മെറിറ്റ് ഫീ, അതായത് ലോവർ ഫീ വരുന്നതും പിന്നെ മെറിറ്റിൽ ഫുൾ ഫീസ് വരുന്നു. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഫീ സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസിൽ ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. ഇനി നമുക്ക് അറിയാനുള്ളത് സെൽഫ് ഫൈനാൻസിങ് കോളേജസിനെ കുറിച്ചാണ്. സോ സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ഏതൊക്കെയാണെന്നുള്ളതും അതേപോലെ തന്നെ നമ്മൾ സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോ നമ്മൾ ഗവൺമെന്റ് കോളേജുകളെ കുറിച്ച് പറഞ്ഞു, ഏറ്റവും നല്ല റാങ്ക് ഉള്ളവർക്കായിരിക്കും ഗവൺമെന്റ് കോളേജിൽ കിട്ടുക. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് കോളേജുകൾ പോലെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ്, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ്. ഇനി നമുക്ക് റാങ്ക് നമുക്ക് കുറച്ച് പുറകിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഗവൺമെന്റ് കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടില്ല. നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പാറ്റേൺ അറിയാനായിട്ട് പറ്റും. എന്നിരുന്നാലും നല്ല രീതിയിൽ പ്ലേസ്മെന്റും നല്ല ഫെസിലിറ്റീസും നല്ല ഫാക്കൽറ്റീസും നല്ല ക്യാമ്പസും ഒക്കെയുള്ള സെൽഫ് ഫൈനാൻസിങ് കോളേജസും ധാരാളം ഉണ്ട്. അപ്പൊ ഓരോ കോളേജിനെ കുറിച്ചും കൃത്യമായി അറിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജും ബ്രാഞ്ചും ഒക്കെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ സെൽഫ് ഫൈനാൻസിങ് കോളേജസിനെ കുറിച്ചുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.